പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു ഇയർഫോണാണ്, ഫ്ലിപ്കാർട്ട് സ്മാർട്ട് ബൈൻ്റെ ഒരു ഇയർഫോണ്. സോ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ്. ഏകദേശം 375 റുപ്യ വരെ വരുന്ന ഒരു ഇയർഫോണാണ്. ഈ ഇയർഫോണിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ കുറേ പ്രത്യേകതകളുണ്ട്, അതൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ പറയാം. സോ ഈ ഇയർഫോണ് ഫ്ലിപ്കാർട്ടിൽ ഏകദേശം 1 ലക്ഷത്തിൻ്റെ മേലെ യൂണിറ്റുകൾ വിറ്റ് പോയിട്ടുണ്ട്. സോ അപ്പോൾ ഇത്രയും തോന്നാ യൂണിറ്റൊക്കെ വിറ്റ് പോയൊരു ഇയർഫോണ്, അതിൻ്റെ റിവ്യൂ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. 1 ലക്ഷം പേരൊക്കെ വാങ്ങിയല്ലോ, അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഈ ഹെഡ്ഫോണിൻ്റെ പിന്നിൽ ഉണ്ടാവുമല്ലോ. സോ അത് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമുക്ക് ആദ്യം ഈ ഇയർഫോൺ ഒന്ന് തുറന്നു നോക്കാം. ഈ ബോക്സിലുള്ളത്, ഈ ബോക്സ് തന്നെ വളരെ സിമ്പിൾ ബോക്സാണ്, ചെറിയ പെട്ടിയിൽ. സോ ഞാനൊരു 3 മാസം ഉപയോഗിച്ചിട്ടുണ്ട്, അത് വെറുതെ പിന്നെ പെട്ടിയിലാക്കി ഇട്ടതാണ്. സോ ഇതാണ് ഇയർഫോൺ, ഇതാ സംഭവം ഇതാണ്. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി സാധനമാണിത്. സോ ഇതൊരു മെറ്റൽ ബോഡി കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിൻ്റെ ഈ ഇയർ സ്ട്രെപ്സ് ഒക്കെ നല്ല മെറ്റൽ ക്വാളിറ്റി ബോഡിയാണ്. സോ അങ്ങനെ കുറേ ഫീച്ചേഴ്സ് ഒന്നും ഇതില്ല. ഏകദേശം 375 റുപ്യക്ക് കൊടുക്കുന്ന പൈസക്ക് മുതലുണ്ട്, അങ്ങനെ വേണമെങ്കിൽ പറയാം. പക്ഷേ എനിക്ക് ഈ ഹെഡ്ഫോണിൽ കുറച്ച് കുറ്റങ്ങൾ പറയാനുണ്ട്. എന്താ വെച്ചാൽ ഇയർഫോൺ പറഞ്ഞാൽ നല്ല ബാസ് ഫ്രീ ഹെഡ്സെറ്റാണ്. നിങ്ങൾക്കിപ്പോൾ പബ്ജി കളിക്കുന്ന ആൾക്കാർ, പബ്ജിയിലൊക്കെ കളിക്കുന്ന ആൾക്കാരാണെങ്കിൽ സോ 100% നിങ്ങൾ നേരെ ഈ ഹെഡ്ഫോൺ എടുത്തുകൊണ്ട് ഒരു കുഴപ്പമില്ല. കാരണം അടിപൊളി ബാസാണ് ഈ ഹെഡ്സെറ്റ് തരുന്നത്. പാട്ട് കേൾക്കാനും അതുപോലെ തന്നെ ഗെയിം കളിക്കാനൊക്കെ അടിപൊളിയാണ് ഈ ഹെഡ്സെറ്റ്. സോ നോ കോംപ്രമൈസ് ആണ് സൗണ്ടിന്. പിന്നെ കുറച്ച് പ്രശ്നങ്ങൾ എനിക്ക് ഈ ഹെഡ്സെറ്റ് നേരിട്ടിട്ടുണ്ട്. സോ ഈ ഹെഡ്സെറ്റിൻ്റെ പ്രശ്നങ്ങൾ എന്താ വെച്ചാൽ മെയിൻ ഇതിൻ്റെ മൈക്കാണ്. സോ ഈ മൈക്ക് വളരെ ബോറാണ്. കാരണം എന്താ വെച്ചാൽ ഈ മൈക്കിൻ്റെ മെയിൻ പ്രശ്നം നോയിസ് ക്യാൻസലേഷൻ ഇല്ല. അതായത് ഒരു തുള്ളി പോലും നോയിസ് ക്യാൻസലേഷൻ ഇല്ല. അപ്പോൾ നമ്മളിപ്പോൾ ഒരു വീഡിയോ എടുക്കുകയാണെങ്കിൽ അടുത്ത് കൂടെ ചെറിയ സൗണ്ട് പോയാലും ആ സൗണ്ട് ഇതിൽ ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. കാരണം സോ അത് ഒരു വലിയൊരു പോരായ്മയായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം പല സമയത്ത് എനിക്ക് ഇതുകൊണ്ട് ഈ ഹെഡ്സെറ്റ് എനിക്ക് പണി തന്നെയാണ്. ഞാൻ യൂട്യൂബിലൊക്കെ വീഡിയോ എടുക്കുമ്പോഴും ഞാൻ അങ്ങനെ പറഞ്ഞ് വീഡിയോ എഡിറ്റ് ചെയ്യാൻ നോക്കുമ്പോഴാവും ഒടുക്കത്തെ നോയിസ് ആവും. സോ അതിനേക്കാളും ബെറ്റർ എൻ്റെ ഫോണിൽ റെക്കോർഡിങ്ങിനാണ് എനിക്ക് പിന്നെ മനസ്സിലായി. സോ പിന്നെ ഞാനിപ്പോൾ ഫോണിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. സോ അതിന് മൈക്ക് വളരെ മോശമാണ്. ഇപ്പോൾ നിങ്ങൾ മൈക്കിനാണ് മെയിൻ മൈക്ക് ഉപയോഗിക്കാനാണ് പ്രാധാന്യം കൊടുക്കുന്നതെങ്കിൽ ഒരിക്കലും ഹെഡ്സെറ്റ് എടുക്കേണ്ട ഒരു ആവശ്യമില്ല. സോ പിന്നെ ഞാൻ മെയിൻ എടുത്ത് പറഞ്ഞ കാര്യമാണ് ഇതിൻ്റെ ബാസ്. അടിപൊളി ബാസാണ്, ഒരു രക്ഷയില്ല. കാരണം പബ്ജി കളിക്കുമ്പോഴും സിനിമ കാണുമ്പോഴൊക്കെ നല്ല ഹിന്ദി ഫൈറ്റ് മൂവീസ് ഒക്കെ കാണുമ്പോൾ അടിപൊളി നല്ലൊരു ബാസ് ഈ ഹെഡ്സെറ്റ് നമുക്ക് തരാൻ സാധിക്കുന്നുണ്ട്. സോ പിന്നെ ഈ ഹെഡ്സെറ്റിൻ്റെ പ്രത്യേകത സ്റ്റാൻഡേർഡ് പ്രീമിയം വയറാണ്. സോ അത്രയൊക്കെ തന്നെ. പിന്നെ നല്ലൊരു ജാക്ക് ഉണ്ട്. സോ അത്രയൊക്കെ തന്നെ. പിന്നെ ഹെഡ്സെറ്റ് വെച്ച് പറയുകയാണെങ്കിൽ ഇത്തിരി വെയിറ്റ് ഇല്ല, ഇത്തിരി കാണില്ല. ഇനി ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് 1 ലക്ഷം പേരാണ്, 1 ലക്ഷത്തിൻ്റെ മേലെ ആൾക്കാരാണ് ഈ ഹെഡ്സെറ്റ് വലിയ എന്തോ സംഭവമായിട്ട് എടുക്കാൻ പോകുന്നത്. നിങ്ങൾ ഈ ഹെഡ്സെറ്റ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം എന്താ ചിന്തിക്കണം. എന്താ വെച്ചാൽ നല്ല ബാസ് ഹെഡ്സെറ്റ്, നല്ല സൗണ്ട് ക്വാളിറ്റി, നല്ല ഹെഡ്സെറ്റ്, നല്ല പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ ഹെഡ്സെറ്റ്. പിന്നെ അതുപോലെ തന്നെ നല്ല ഈ ചെവിടിനൊന്നും വലിയ വേദനയും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ മെയിൻ മൈക്ക് തന്നെ, മൈക്ക് വളരെ വലിയൊരു പോരായ്മയാണ്. ഞാൻ ഈ മലയാളത്തിലും ഹിന്ദിയിലൊക്കെ കുറേ റിവ്യൂ ഉണ്ട്, അത് ഒരൊറ്റൊരുത്തിനും ഈ മൈക്കിനെ പറ്റി പറഞ്ഞു. കാരണം ഈ മൈക്ക് അതിൽ തന്നെ ബഹുത്ത് അച്ഛാ മൈക്ക് എന്നാണ് ഹിന്ദിയിൽ പറഞ്ഞത്. പിന്നെ മലയാളത്തിൽ ആ 2 വീഡിയോ ഞാൻ കണ്ടിട്ടുള്ളൂ, അതിൽ ഒരു ഇതേമാതിരി കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്തത്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം. പിന്നെ ഈ ഹെഡ്സെറ്റ് എടുക്കാൻ പോകുന്ന കുറേ ആൾക്കാരുണ്ട്, എൻ്റെ അറിവ് തന്നെ ഈ ഹെഡ്സെറ്റ് കുറേ ആൾക്കാർ എടുത്തിട്ടുണ്ട്. സോ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ഇനി എടുക്കാൻ പോകുന്നവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ യു സൂൺ.